മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള ഷാലോം TV പ്രേക്ഷകർക്ക് നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം. കർത്താവ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നാം ഓരോരുത്തരും നഴ്സുമാരായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ശുശ്രൂഷ മേഖലകൾ എവിടെയായിരുന്നാലും, നാട്ടിലായാലും വിദേശത്തായാലും, അതെവിടെയായിരുന്നാലും ഈശോയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് ഈശോയ്ക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു ഹിതം. എന്നാൽ പലപ്പോഴും നാം അത് മനസ്സിലാക്കാതെ പണത്തിൻ്റെയും മറ്റു പല ലോകമോഹങ്ങളുടെയും പിന്നാലെ പായുമ്പോൾ ഈശോയുടെ ആ സ്വപ്നമാണ് നിറവേറ്റപ്പെടാതെ പോകുന്നത്. ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെട്ടു നോക്കൂ. ഇത് ജോണിക്കുട്ടി. അങ്ങിടിക്കുന്ന ആൾക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. സാമ്പത്തികമൊക്കെ കുറവാണെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണ് വെളുത്തതായിരിക്കണം. അതിനാ ഇപ്പൊ ഈ കൊച്ചിയിലേക്കുള്ള വരവ്. പിന്നെ പെണ്ണ് അറ്റ്ലീസ്റ്റ് ഒരു BSc നേഴ്സ്, അതും നിലവിൽ വിദേശത്ത് ജോലിയും വേണം. എങ്ങനെയുണ്ട്? അങ്ങനെ ആശിച്ചതുപോലെ ഇത് രണ്ടുമുള്ള സിൽവിയെ തന്നെ ജോണിക്കുട്ടി കെട്ടി. കല്യാണവും കഴിഞ്ഞ് 18ാം ദിവസം സിൽവി തിരിച്ചു വിദേശത്തേക്ക്. ജോണിക്കുട്ടി ആണെങ്കിൽ സിലു, അവിടെ ചെന്ന എത്രയും വേഗം എന്നെയും കൊണ്ടുപോണേ. അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചങ്ക് പൊട്ടി ചത്തുപോകും. എന്തൊരു കഷ്ടമായത്. എത്ര നേരമായിട്ട് ഫോൺ റിങ് ചെയ്യുന്നു. ഈ മനുഷ്യരൊക്കെ എവിടെ പോയി കിടക്കുകയാണാവോ? ഹലോ ഹലോ, ആ അമ്മച്ചി, ഇത് ഞാനാ. എത്ര നേരമായിട്ട് ഫോൺ അടിക്കുന്നു. ജോണി എവിടെയാ? എവിടെയാ? അട്ടപ്പാടിയിലോ? ഓ അതെയോ. പിന്നെ അമ്മച്ചി, വിസ റെഡി ആയിട്ടുണ്ട്. ആ അതെ, നാളെ. ആ ഹലോ അമ്മ, കേൾക്കുന്നില്ലേ? ഹലോ. ആ അതെ അമ്മേ, നാളെ ഇവിടുന്ന് വരുന്നൊരു സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ആ സിസ്റ്റർ വിളിച്ചോളും. ആ ആ ഓക്കെ അമ്മ, എന്നാ ശരി എന്നാ. ആ വിസ കിട്ടിയത് അറിയുമ്പോ ഹാപ്പിയാകും. അങ്ങനെ അടുത്ത ശനിയാഴ്ച ഈ സമയം എന്റെ ജോണു എന്നോടൊപ്പം ഇവിടെ.
ചേട്ടാ, എനിക്ക് വയ്യ. നടന്ന് നടന്നെന്റെ കാല് കഴിച്ചു. ഇപ്പോഴേ നടന്നാലേ പ്രസവം നോർമലാകൂ. നാട്ടില് സിസേറിയനൊക്കെ ഇപ്പൊ ഒടുക്കത്തെ ചെലവാ. പണം അങ്ങോട്ട് എണ്ണി എണ്ണി കൊടുക്കണം. ചേട്ടൻ ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്തു പറഞ്ഞാലും പണം പണം ഒറ്റ ചിന്തയേ ഉള്ളൂ. അതേടി, എനിക്കിപ്പൊ പണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അതിനുവേണ്ടി തന്നെയടി നിന്നെ കെട്ടിയതും ഞാനിവിടെ വന്നതും. പിന്നെ ഇപ്പൊ ഈ കൊച്ച് ഇത് വേണ്ടായിരുന്നു. എന്താ എന്താ പറഞ്ഞത്? നമ്മുടെ ഈ കുഞ്ഞ് ദൈവം തന്നെ കുഞ്ഞിനെ വേണ്ടായിരുന്നെന്നോ? എങ്ങനെ എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നി? എന്തു പറഞ്ഞാലും പണം 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 മാത്രം മതിയോ നമുക്ക്? നമുക്ക് കുഞ്ഞുങ്ങള് വേണ്ടേ? സ്നേഹമുള്ളൊരു കുടുംബം വേണ്ടേ? ഓ, സ്നേഹവും പറഞ്ഞിരുന്നോ? ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുന്ന റബ്ബർ തോട്ടം കൊണ്ടേ ആണുങ്ങളങ്ങ് പോകും. പിന്നെ ആദ്യത്തെ കൊച്ചെന്നും പറഞ്ഞ് ഭാര്യനെ ജോലിക്ക് വിടാത്ത സ്നേഹമൊന്നും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഒരു 2 കൊല്ലം, അതിനുള്ളിൽ കൊച്ചിയിലൊരു ഫ്ലാറ്റ്. അതിന് പണം വേണം. പണം വേണമെങ്കിൽ നീ പണിയെടുക്കണം, ഞാനും പണിയെടുക്കാം. തോട്ടവും ഫ്ലാറ്റും ഒന്ന് വന്ന് ഒരു ഞായറാഴ്ച കുർബാന പോലും ഇല്ല. എനിക്ക് മടുത്തു ഈ ജീവിതം. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി. നീ നാട്ടിലെ ഏത് നരകത്തിലേക്കെങ്കിലും പോ. കരയല്ലേ ബാബ, അമ്മയുടെ ബാബ കരയല്ലേ. മോനെ, എന്റെ മോനെ പൊന്നു പോലെ നോക്കിക്കൊള്ളണം. ഞാൻ തിരികെ പോയാ ഇനി എന്റെ കുഞ്ഞിനെ എന്ന് കാണാനൊക്കെ ഒന്നും എനിക്കറിയില്ല. മോളെ, നീ വിഷമിക്കാണ്ട് പോ. കുഞ്ഞിനെ ഇങ്ങിതാ. ഏത് നേരവും നീ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കാൻ നിന്റെ കെട്ടിൻ ചത്താടി. അതെ, എനിക്ക് നിങ്ങളിപ്പോ ചത്തതുപോലെ തന്നെയാ. വീട്ടുകാര് വേണ്ട, സ്വന്തം കുഞ്ഞിനെ കാണണ്ട, എന്തിന് എല്ലാം തന്ന ദൈവത്തെ പോലും വേണ്ട. ജോണിച്ച, നിങ്ങളുടെ ഈ പോക്ക് അത് നല്ലതിനല്ല. ഈ ജോണിക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ ആരുടെ സഹായം കൂടാതെ ജീവിക്കാനും അറിയാം. അല്ല പിന്നെ കണ്ടാടി, സത്യാടി. ഹലോ, അതെ, ജോണിച്ചനാണ്. എപ്പോ? എന്നിട്ട് എന്റെ എന്നിട്ട്
ജോണിച്ചാ, യേശുവേ, എന്താ പറ്റിയെ? ജോണിച്ചാ, കണ്ണ് തുറക്ക് ജോണിച്ചാ. എന്താ എന്താ പറ്റിയെ? ജോണിച്ചാ, ജോണിച്ചാ, യേശുവേ, എന്താ പറ്റിയെ? എഴുന്നേൽക്ക് ജോണു, വാ. സാരമില്ല ജോണു, വിഷമിക്കല്ലേ. നീ പറഞ്ഞതാ ശരി. എല്ലാം തന്ന ദൈവത്തെ മറന്ന് എല്ലാം നേടാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. 3 വർഷത്തെ നമ്മുടെ സമ്പാദ്യം ഫ്ലാറ്റ് മേടിക്കാൻ പലിശക്കിട്ടിരുന്നു. ഫിനാൻസ് കമ്പനിക്കാരതും കൊണ്ട് മുങ്ങി. അയ്യോ എന്റെ ദൈവമേ. സാരമില്ല, പോട്ടെ. ഞാനുണ്ട് ജോണിച്ചന്റെ കൂടെ. ദേ, കർത്താവിനോട് ചേർന്ന് നിന്ന് ഇനിയും നമുക്ക് പണിയെടുക്കാം, പണം ഉണ്ടാക്കാം. പക്ഷേ ആവശ്യത്തിന് മാത്രം. അത് മതി ജോണിച്ച, അത് മതി നമുക്ക്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ നമ്മൾ കണ്ടില്ലേ? ജീവിതത്തിൽ ഈശോയേക്കാൾ ഉപരിയായി പണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന അനേകം കുടുംബങ്ങൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനായി തീരുമാനമെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നമുക്ക് ബഹ്റിൻ സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റും നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറുമായ ഫാദർ സജി തോമസ് നഴ്സസിനോട് സംസാരിക്കുന്നത് ശ്രവിക്കാം. ഈ നേഴ്സസ് ടൈം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള നേഴ്സസ് സഹോദരി സഹോദരന്മാർക്ക് ബഹ്റിൻ സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ലോകമുള്ള ക്രിസ്തീയ സഭ ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലമാണ് ദൈവവചനം ഉദ്ഘോഷിക്കുക എന്നുള്ളത്. പല രാജ്യങ്ങളിലും പല ദേശത്തും ദൈവവചനം പ്രഘോഷിക്കുന്ന മിഷണറിമാരെയും പാസ്റ്റർമാരെയും അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ജയിലറകളിൽ അടയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. നമുക്കറിയാം, പ്രത്യേകമായിട്ട് ഗൾഫ് മേഖലകളിൽ പല രാജ്യങ്ങളിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മേഖലകളിൽ ബൈബിൾ കൊണ്ടു നടക്കുവാനോ റോസറികൾ ഉപയോഗിക്കുവാനോ ഈശോയുടെയോ മാതാവിൻ്റെയോ വിശുദ്ധന്മാരുടെയോ പിക്ചേഴ്സ് ഒന്നും കൊണ്ടു നടക്കുവാനോ വയ്ക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഇല്ല. മതസ്വാതന്ത്ര്യം നമുക്കില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നറിയാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ അധികമായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ നേഴ്സസ് സഹോദരി സഹോദരന്മാരാണ്. ദൈവവചനവുമായിട്ട് കയറി ചെല്ലാൻ പറ്റാത്ത ഓഫീസുകളിൽ എല്ലാം നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നത് നമ്മുടെ നേഴ്സസ് സഹോദരി സഹോദരന്മാരാണ്. ദൈവവചനം പ്രഘോഷിക്കുക എന്ന് പറയുന്നത് വചനങ്ങളിലൂടെ മാത്രമല്ല, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് നമ്മുടെ ഓരോ നേഴ്സസ് സഹോദരി സഹോദരന്മാരുടെയും പ്രവൃത്തികളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈശോയുടെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചത് ദൈവം സ്നേഹമാണ് എന്നുള്ള ആ ഒരു സന്ദേശം ലോകത്തിന് അറിയിക്കുവാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഇന്ന് നമ്മുടെ നേഴ്സുമാർ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ല. പ്രത്യേകമായിട്ട് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് കോളിലൂടെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെയും കടമ എന്ന് പറയുന്നത് നേഴ്സസ് മിനിസ്ട്രി നേഴ്സിംഗ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ ഉപരിയായിട്ട് എങ്ങനെയാണ് ദൈവമക്കളെ തങ്ങളുടെ ജീവിത പ്രവൃത്തികളിലൂടെ തങ്ങളുടെ ഡെഡിക്കേഷനിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അവരുടെ അനുദിന ജീവിതത്തിൽ അവർ ചെയ്യുന്നുണ്ട്. 18 വർഷക്കാലം ഞാൻ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാം, മേഘാലയ പ്രദേശങ്ങളിൽ ഒരു മിഷണറിയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സസ് സഹോദരി സഹോദരന്മാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ്. ഞാൻ ഓർക്കുന്നു, ഇന്നും നമ്മുടെ സഹോദരി സഹോദരന്മാർ 100-200 കിലോമീറ്ററുകൾ ദിവസങ്ങളോളം നടന്ന്
റോഡ് സൗകര്യങ്ങളും യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് എത്രയോ കഷ്ടപ്പെട്ടാണ് അവർ പോകുന്നത്. ഈ ഒരു നേഴ്സ് സഹോദരി 100-200 കിലോമീറ്റർ താണ്ടി ഒരു വില്ലേജിൽ ചെന്ന് ഒന്ന് സ്പർശിച്ച് ഒരു ഇഞ്ചക്ഷനിലൂടെയോ ഒരു ടാബ്ലറ്റിലൂടെയോ ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അസുഖം തീർക്കുമ്പോൾ എങ്ങനെയാണ് ഈ സഹോദരി ഈ സഹോദരൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരുവാനായിട്ട് സാധിക്കുന്നത് അവർ ചിന്തിക്കും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളെ ഇത്രയും ദൂരമായിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സ്പർശിച്ചത്, നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകിയതെന്ന് എന്ന് ചോദിക്കുവാറുണ്ട്. ആ സമയത്ത് നമ്മുടെ നേഴ്സ് സഹോദരിമാർ പറയുന്ന ഒരു ഉത്തരമുണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും പേറിക്കൊണ്ട് വരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ മിഷണറിമാരും പറയുന്നുണ്ട്. വീണ്ടും വചനത്തിലേക്ക് പോവുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ നേഴ്സ് സഹോദരിമാരും ലോകത്തിന് പ്രകാശമായിട്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, ഇന്ന് ഹോസ്പിറ്റലിലെ ഡിസ്പെൻസറികളിലും വരുന്ന അനേക മക്കൾ പലപ്പോഴും ശാരീരികമായിട്ടുള്ള വേദനകളെക്കാളും ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതലായിട്ട് അവർ അനുഭവിക്കുന്നത് മാനസികമായിട്ടുള്ള തളർച്ചകളാണ്. ഇങ്ങനെയുള്ള മക്കൾക്ക് ഒരു വെളിച്ചമായിട്ട്, ഒരു താങ്ങായിട്ട്, ഒരു തണലായിട്ട്, ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഇവരിലൂടെയാണ് ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ ഒരു ദൈവസ്നേഹം നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ടാണ്. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കൈകളിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു സൗഖ്യദായകമായിട്ടുള്ള സ്നേഹം വീണ്ടും വീണ്ടും ലോകത്തിലുള്ള അനേക മക്കൾക്ക് ലഭിക്കുവാനായിട്ട് ഈശോ നിങ്ങളുടെ കരങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആത്മാവിനെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹ്റിനിലെ നഴ്സസ് മിനിസ്ട്രിയെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്യുന്ന സജിയച്ചനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മെ കൂടുതലായി അടുപ്പിച്ച അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇത്തരത്തിൽ ഈശോ വഴി നടത്തിയ ഒരനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷൈബി ബെന്നി. ഞാൻ ഖത്തറിൽ നേഴ്സാണ്. ഞാനിവിടെ വന്നിട്ട് 2.5 വർഷമായതേ ഉള്ളൂ. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ ഖത്തറിൽ ജോലി കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒത്തിരിയേറെ ഭാരപ്പെട്ട വിഷമത്തോടും കൂടിയാണ് ഞാനിവിടെ വന്നത്. അതിന് കാരണം എൻ്റെ ഭർത്താവിൻ്റെ വലതുകരം 8 വർഷങ്ങൾക്ക് മുമ്പ് കമ്പനിയിൽ വെച്ചുകൊണ്ട ഒരു ആക്സിഡൻറ്റിൽ മുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞുപോയി. കൈ തിരികെ വെച്ച് പിടിപ്പിച്ചുവെങ്കിലും ആ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. ഭർത്താവിനെയും 10ഉം 8ഉം വയസ്സായ 2 കുഞ്ഞുങ്ങളെയും ബാംഗ്ലൂരിലുള്ള വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒത്തിരിയേറെ വിഷമത്തോടു കൂടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. ഞാൻ ഇവിടെ വന്ന അന്ന് തന്നെ ഈ ഖത്തറിൽ ഒരു നേഴ്സസ് കൂട്ടായ്മ ഉണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന അന്ന് തന്നെ ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. അന്ന് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഭാരവും എല്ലാം കർത്താവ് എടുത്തു മാറ്റി. അതിനു മുന്നേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തു? എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വലതുകാരം പോയി? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്നിങ്ങനെ ഒത്തിരിയേറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും നിന്നിരുന്നത്. അത് കാരണം എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം കർത്താവ് ആദ്യത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയെ തന്നെ എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ചു. മാത്രവുമല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ എൻ്റെ ഈശോ എൻ്റെ ഭർത്താവിലൂടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഈശോയെ അറിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പിന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്കത് അനുഭവിച്ചറിയാൻ സാധിച്ചു. കാരണം ഞാൻ വളരെയേറെ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു.
അതുമൂലം എൻ്റെ കുടുംബത്തിൽ വഴക്ക് നിത്യസംഭവമായിരുന്നു. എൻ്റെ ഭർത്താവും എൻ്റെ അതേ സ്വഭാവമാണ്. അത് കാരണം പരസ്പരം അങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും വഴക്കുണ്ടാകുമായിരുന്നു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുഞ്ഞുങ്ങൾ പോലും വളരെയേറെ വിഷമിച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഈശോ ക്ഷമിക്കാനുള്ള കൃപ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്നെ നിറഞ്ഞ ക്ഷമയെക്കുറിച്ച് എനിക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിച്ചു. ഇതിനു മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് എൻ്റെ കുടുംബം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്നും എനിക്ക് മനസ്സിലായി. ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ തിരുസഭ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നു എന്നിരുന്നാൽ പോലും എനിക്ക് തിരുസഭയെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തിരുസഭയെ അറിയുവാനും മനസ്സിലാക്കുവാനും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. എൻ്റെ കുടുംബത്തിൽ ദൈവം തന്ന മറ്റൊരു അത്ഭുതമാണ്, എൻ്റെ പപ്പ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. പപ്പയെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വളരെയേറെ ദുഃഖിച്ചിരുന്നു. പപ്പ ഒരിക്കലും ഒരു കൗതാശികപരമായ ജീവിതമായിരുന്നില്ല നയിച്ചിരുന്നത്. പപ്പ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ ദേഷ്യപ്പെടുമായിരുന്നു. ഞാൻ ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ പപ്പായുടെ ആത്മാവിന് വേണ്ടിയിട്ട്, എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്ന് 1.5 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു വയറുവേദന ഉണ്ടായി. എൻ്റെ പപ്പയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പപ്പായ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു മകളെന്ന നിലയിൽ വളരെയേറെ സങ്കടവും ദുഃഖവും ഉണ്ടായി. എങ്കിൽ പോലും ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു ഹീലിംഗ് എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ പപ്പായുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നായിരുന്നു. ഈ രോഗത്തിലൂടെ എൻ്റെ പപ്പ വിശുദ്ധീകരിക്കപ്പെടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെ എൻ്റെ എല്ലാ സഹോദരങ്ങളും കരങ്ങൾ ഉയർത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചറിഞ്ഞു. പപ്പ ഡയഗ്നോസിസ് ചെയ്ത ശേഷം 3 മാസക്കാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. മരിക്കുന്നതിന് മുന്നേ അനുതപിച്ച് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നല്ല ഒരുക്കത്തോടു കൂടിയുള്ളൊരു മരണത്തെ സ്വീകരിക്കാൻ എൻ്റെ പപ്പായ്ക്ക് സാധിച്ചു. അത് ഞാൻ ഈശോയെ അറിഞ്ഞതുകൊണ്ടും ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥന മൂലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് 15 വർഷമായി എങ്കിലും ശരിക്കും എൻ്റെ വിളിയെക്കുറിച്ചുള്ളൊരു അവബോധം, ഇതൊരു ഡിവൈൻ കോൾ ആണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ആ നേഴ്സിങ്ങിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് മനസ്സിലായത് അത് ഈശോയുടെ ഹീലിംഗ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് എന്നെനിക്ക് മനസ്സിലായത് ഈ 2 വർഷങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ രോഗികളെ, ഓരോ രോഗിയിലും എനിക്ക് ഈശോയെ കണ്ട് ഈശോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ അധികാരത്തോടുള്ള വിധേയത്വം. ഒരിക്കൽ പോലും എൻ്റെ അധികാരികളെ അംഗീകരിക്കുവാനോ അവർ പറയുന്നത് കേൾക്കുവാനോ ഉള്ളൊരു മനസ്സെനിക്കുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഫോഴ്സിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു എങ്കിൽ പോലും അത് പിറുപിറുപ്പോടെ മാത്രമായിരുന്നു. അവരിടുന്ന ഡ്യൂട്ടിയിലും അവരിടുന്ന അസൈൻമെൻറ്റിൽ പോലും ഞാൻ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിഞ്ഞത് മുതൽ അവർ എന്ത് തന്നെ ബുദ്ധിമുട്ടുള്ള അസൈൻമെൻറ്റ് എനിക്ക് തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് നൽകി. എന്തുമാത്രം ബുദ്ധിമുട്ട്, എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയുള്ള കേസാണെങ്കിൽ പോലും ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ ഈ രോഗിക്കാണെന്ന തിരിച്ചറിവോടുകൂടി ആ രോഗിയെ സ്വീകരിക്കുവാനുള്ള കൃപ നൽകി എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അറിയുന്ന ഈ സമാധാനവും സന്തോഷവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:8 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ രുചിച്ചറിഞ്ഞ ഈ ഈശോയുടെ സ്നേഹം, കരുതൽ നിങ്ങളെ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. നമ്മുടെ എല്ലാം കണ്ണുകളും കൈകളും കാലുകളും എല്ലാം ഈശോയുടേതായി മാറട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരിലും ഈശോ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധിയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.